ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സുൽത്താനുൽ ഹിന്ദ് അജ്മീർ ഖാജാ തങ്ങളുടെ ആണ്ടിന്റെ സമയമാണ്. റജബ് 6-നാണ് അവിടുത്തെ ആണ്ട്. ലോകപ്രശസ്ത തീർത്ഥാടന കേന്ദ്രമാണ് അജ്മീർ. സുൽത്താനുൽ ഹിന്ദ്, അതാഉർ റസൂൽ, ബിൽഅത്തുൽ ബതൂൽ എന്നീ സ്ഥാനപ്പേരുകളിലൊക്കെ സുപ്രസിദ്ധരായ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം നൽകിയ മഹാനാണ്. പാവങ്ങൾക്കും അനാഥകൾക്കും അശരണർക്കും താങ്ങും തണലുമായിരുന്നു ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ. ഹിജ്റ വർഷം 522 ഇറാനിലെ സജിസ്ഥാനിലാണ് ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത്. പിതാവ് സയ്യിദ് ഖിയാസുദ്ദീൻ അവരുടെ ശിക്ഷണത്തിൽ തന്നെയാണ് പ്രാഥമികമായ വിജ്ഞാനങ്ങളൊക്കെ നേടിയത്. തന്റെ 11-ാം വയസ്സിൽ അവിടുന്ന് വഫാത്തായി. ബഹുമാനപ്പെട്ടവർ തോട്ടം നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാലിഹീങ്ങളിൽപ്പെട്ട ഷെയ്ഖ് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരാൾ കടന്നു വന്നു. ബഹുമാനപ്പെട്ടവരെ സ്വീകരിച്ചു. ഖാജാ തങ്ങൾ പഴങ്ങളും മറ്റും നൽകി ആദരിച്ചു. ഖാജാ തങ്ങളുടെ സ്വഭാവം കണ്ടപ്പോ ഷെയ്ഖ് ഇബ്രാഹിമിന് വലിയ താല്പര്യം തോന്നി. തന്റെ കയ്യിലുള്ള പഴത്തിൽ നിന്നൊരു പഴമെടുത്ത് ഖാജാ തങ്ങൾക്ക് കൊടുത്തു. ഇത് തിന്നപ്പോ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ആത്മാവ് പ്രകാശിക്കാൻ തുടങ്ങി. വിലായത്തിന്റെ ഉന്നതമായ സ്ഥാനത്തേക്ക് അവിടുന്ന് ചുവട് വെക്കാൻ തുടങ്ങി. ഈ ഒരു സംഭവം ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ വലിയൊരു നിയോഗവും നിമിത്തവുമായി തീർന്നു എന്ന് ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ ശാലിയാത്തി തങ്ങളടക്കം ഒരുപാട് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഷെയ്ഖ് നിസാമുദ്ദീൻ റളിയല്ലാഹു അൻഹു, അതുപോലെ ഉസ്മാനുൽ ഹാറൂനി അവിടുത്തെ പ്രധാനപ്പെട്ട ഉസ്താദാണ്. 20 വർഷക്കാലാണ് ഉസ്മാനുൽ ഹാറൂനി തങ്ങളുടെ അരികിൽ ഖാജാ തങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഉസ്മാൻ തങ്ങളെ ബൈഅത്ത് ചെയ്തു. വിലായത്തിന്റെ ഖിർഖ അവിടുന്ന് സ്വീകരിച്ചു. ചിശ്തി തരീഖത്തിൽ പ്രവേശിച്ചു. സുബ്ഹാനല്ലാഹ്. ഖാജാ തങ്ങൾ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ജീലാനി തങ്ങളോടുകൂടെ 7 മാസത്തോളം കഴിഞ്ഞിട്ടുണ്ട് എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാം. അതുപോലെ ശിഹാബുദ്ദീൻ സുഹ്റവർദി, ഷെയ്ഖ് ളിയാഉദ്ദീൻ, ഷെയ്ഖ് യൂസുഫ് അൽ ഹമദാനി, അങ്ങനെ ഒരുപാട് മഹാന്മാരെ ബന്ധപ്പെടുകയും ആശീർവാദങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട്. എത്ര കറാമത്തുകളാണ് അവിടുത്തെ ജീവിതത്തിൽ. ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടുത്തെ പ്രഭാഷണം കേട്ട്, അവിടുത്തെ ഹിദായത്തിന്റെ പ്രഭാഷണം കേട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. മരിച്ച കുട്ടിയെ അള്ളാഹുവിന്റെ സമ്മതത്തോടുകൂടി തിരിച്ചു വിളിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അഗ്നി ആരാധകരെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരനെ തീയിൽ കിടത്തി ഒരു പോറലും ഏൽപ്പിക്കാതെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അക്രമിയായ ഒരു രാജാവ് ഒരു കരുണയുമില്ലാതെ ഒരു ചെറുപ്പക്കാരനെ കൊന്നുകളഞ്ഞു. അള്ളാഹുവിന്റെ സമ്മതത്തോടുകൂടെ എഴുന്നേൽപ്പിച്ചു. ഇതൊക്കെ ഖാജാ തങ്ങളുടെ കറാമത്തുകളിൽ ചിലതാണ്. വഫാത്തായി നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇന്നും എത്ര കറാമത്തുകളാണ് അവിടുത്തെ ദർബാറിൽ നിന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. സുബ്ഹാനല്ലാഹ്. ഖാജാ തങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പോയി. അപ്പോഴാണ് ഖാജാ തങ്ങൾ പറയുന്നു, ഉള്ളിൽ നിന്ന് എനിക്ക് വിളിയാളുണ്ടായി, ഉള്ളിലേക്ക് പ്രവേശിക്കൂ മൊഈനുദ്ദീൻ. ഞാൻ പ്രവേശിച്ചു നോക്കുമ്പോൾ മുത്തുനബിയാണ്. മുത്തുനബി എന്നെ വിളിച്ചതാണ്. ഞാൻ സലാം പറഞ്ഞു. മുത്തുനബി സലാം മടക്കി. മുത്തുനബി എന്നോട് പറഞ്ഞു, ഇന്നി വളഅതു അലാ റഅസിക താജ വിലായത്തി ഹിന്ദുസ്ഥാൻ. ഇന്ത്യയുടെ അധികാരം നിങ്ങളുടെ തലയിൽ ഞാൻ വെച്ചു തന്നിരിക്കുന്നു. മുത്തുനബിയാണ് ഇന്ത്യയുടെ അധികാരം, ഇന്ത്യയുടെ സൽത്തനത്ത് ഖാജാ തങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തത്. അത് അന്ത്യനാൾ വരെ നിലനിൽക്കുമെന്നുള്ള
ഉത്തമമായ വിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ട്. ഖജാത്തങ്ങളെ ധിക്കരിച്ചുകൊണ്ട്, ഖജാത്തങ്ങളെ പരിഗണിക്കാതെ ഒരു ഭരണാധികാരിക്കും ഇന്ത്യ ഭരിക്കാൻ കഴിയില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരായാൽ പോലും ഖജാത്തങ്ങളുടെ ദർബാറിൽ പോയി അവിടെ പോയി വണങ്ങിയതിന് ശേഷം മാത്രമാണ് അവരുടെ അധികാര കസേരകളിൽ പോയിരിക്കുന്നത്. ഖജാത്തങ്ങൾ ഹിജ്റ 561 മുഹറം മാസത്തിൽ ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. 40 അനുയായികൾ ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അവിടെ എത്തി വിശാലമായ സംഭവങ്ങളൊക്കെ ഉണ്ട്. രാജാക്കളുമായിട്ടുള്ള സംസാരങ്ങളും മറ്റുള്ള സംഭവ വികാസങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഒരുപാട് ആളുകളെ, ഒരുപാട് അവിശ്വാസികളായ ആളുകളെ പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. സന്മാർഗത്തിലേക്ക് പലരെയും കൊണ്ടുവന്നിട്ടുണ്ട്. അള്ളാഹു ഖജാത്തങ്ങളുടെ പൊരുത്തം നമുക്ക് നൽകട്ടെ. അവിടുത്തെ മദദ് അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ.